ഹലോ ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ട്രാക്കർ. ഞാൻ നിങ്ങളുടെ എക്കണോമിക്സ് ഫാക്കൽറ്റി ദേവദത്തൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാക്രോ എക്കണോമിക്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കോൺസെപ്റ്റുകളുണ്ട്. കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ, മൾട്ടിപ്ലയേഴ്സ്, ആഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇങ്ങനെ നമുക്ക് പല രീതിയിലായിട്ടുള്ള കോൺസെപ്റ്റുകൾ ഇഷ്ടം പോലെ തന്നെ ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ആൻഡ് അതിനകത്ത് പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മൾ പിന്നീടത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു ഏരിയ ഉണ്ട്. പക്ഷേ എല്ലാ തവണയും ഇത് കാൽക്കുലേഷൻ്റെ രൂപത്തിലോ അല്ലെ ഇക്വേഷൻസിന്റെ രൂപത്തിലോ അല്ലെ കോൺസെപ്റ്റുകളുടെ രൂപത്തിലോ മിനിമം 3 ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ഉണ്ട്. ഏതാണെന്നല്ലേ? നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ട് മുൻവർഷങ്ങളിലെ ചോദ്യപേപ്പർ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാകും, മിനിമം 3 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഒരു വർഷം കാണാവുന്നതാണ്. ആൻഡ് ആ 3 ചോദ്യങ്ങളിൽ പലപ്പോഴായിട്ടും കാൽക്കുലേഷൻ വരാറുണ്ട്, അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്താണെന്നുള്ള ചോദ്യം വരാറുണ്ട്. ചിലപ്പോൾ ഇക്വേഷൻസ് തന്നിട്ട് ഇതിനകത്ത് നിന്നും ചേരാത്തത് ഏതൊക്കെയെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തരാറുണ്ട്. സോ നാഷണൽ ഇൻകം ഒരു നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നാഷണൽ ഇൻകത്തിന്റെ പല കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി തരാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിന്റെ കോൺസെപ്റ്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം എന്താണ് നാഷണൽ ഇൻകം എന്നുള്ളത് നമ്മൾ അറിയണം. ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? വരുമാനം. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ജനറൽ ടേംസിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തിനെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ എക്കണോമിക്സിനകത്ത് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിനെ കുറച്ചുകൂടി ടെക്നിക്കലി ഡീപ്പായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. എന്താണ് ഒരു രാജ്യത്തിന്റെ വരുമാനം? ഏതെല്ലാമൊക്കെയാണ് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വരുമാന സ്രോതസ്സുകൾ? അല്ലെങ്കിൽ എന്തൊക്കെയാണ് രാജ്യത്ത് വരുമാനം ലഭിക്കാനായിട്ട്, അല്ലെ ഒരു രാജ്യത്ത് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഇതെല്ലാം നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടതുണ്ട്. സോ നാഷണൽ ഇൻകം നമ്മൾ കുറച്ച് ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് ഒരു സാമ്പത്തിക വർഷത്തിലെ മാത്രം കണക്കാണ്, ഒരു നിശ്ചിത വർഷത്തിനകത്തെ കണക്കാണ്. അത് നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അത് ഒരു ലോങ് ടേമിലേക്ക് നോക്കുന്ന ഒരു വാല്യൂ അല്ല. അത് കൃത്യം ഒരു സാമ്പത്തിക വർഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്കാണ് നാഷണൽ ഇൻകം. ആൻഡ് ആ ഒരു വർഷത്തിൽ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ 1 മുതൽ പിറ്റേ വർഷത്തെ മാർച്ച് 31 വരെയാണ് ഒരു സാമ്പത്തിക വർഷം, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ. ആൻഡ് ഈ ഒരു കാലയളവിൽ, അല്ലെങ്കിൽ ഈ ഒരു 365 ദിവസത്തിന്റെ ആ ഒരു ടൈം പീരിയഡിനകത്ത് നമ്മുടെ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ വാല്യൂ എന്താണോ അതിനെയാണ് നമ്മൾ നാഷണൽ ഇൻകം എന്ന് എക്കണോമിക്സിൽ പറയുന്നത്. സോ national income is simply the total value of all goods and services produced in a country or produced in an economy during a financial year. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഓൾസോ ബി സീൻ ആസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഫാക്ടർ ഇൻകംസ്. എന്താണ് ഫാക്ടർ ഇൻകം? നമുക്ക് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടെന്നറിയാം: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺടർപ്രണർഷിപ്പ്. ആൻഡ് ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ റിവാർഡ് അതിന് കിട്ടുമെന്നും അറിയാം. അതായത് നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ നമ്മൾക്ക് അവിടെ നിന്ന് സാലറി കിട്ടും. അതെന്തിനാണ് നമുക്ക് ലഭിക്കുന്നത്? ആ പണം ലഭിക്കുന്നത് നമ്മളുടെ നോളജ്, നമ്മളുടെ എഫേർട്ടൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ കമ്പനിക്ക് വേണ്ടി നമ്മളുടെ എഫേർട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യുപകാരമായിട്ട്, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾക്ക് കിട്ടുന്നത് റിവാർഡാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ലേബറിന് നമുക്ക് കിട്ടുന്ന ഒരു സാലറി, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് വേജസ് ആണ്. അതുപോലെ മറ്റ് പല ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ആയിട്ടുള്ള ലാൻഡ്, ക്യാപിറ്റൽ, ഓൺടർപ്രണർഷിപ്പ്, ഇവ 3നും കിട്ടുന്ന റെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലേബറിന് കിട്ടുന്ന വേജസും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ ഫാക്ടർ ഇൻകം എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏർപ്പെടുന്നത് കൊണ്ട് അതിന് കിട്ടുന്ന റിവാർഡിനെയാണ് നമ്മൾ ഫാക്ടർ ഇൻകം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഒരു രാജ്യത്തെ നാഷണൽ ഇൻകത്തിനെ ആ ഒരു രാജ്യത്തുള്ള എൻറ്റയർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ആ ഒരു വർഷം ലഭിച്ച ടോട്ടൽ വാല്യൂ ഓഫ് ഫാക്ടർ ഇൻകംസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു രാജ്യത്ത് നിശ്ചിത ഒരു വർഷം അവിടെ ലഭ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ എംപ്ലോയ് ചെയ്യപ്പെട്ടിട്ടുള്ള എൻറ്റയർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്ന വരുമാനം എന്താണോ, അല്ലെ അവരുടെ ഫാക്ടർ ഇൻകത്തിന്റെ ടോട്ടൽ വാല്യൂ എന്താണോ, നമ്മൾക്ക് അതിനെയും നാഷണൽ ഇൻകം ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ വാല്യൂവിനെ നാഷണൽ ഇൻകം ആയിട്ട് കാണാം. അതുപോലെ തന്നെ ആ പ്രൊഡക്ഷൻ, ആ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആ ഒരു വർഷം ആ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡക്ഷനിലേക്ക് എംപ്ലോയ് ചെയ്യപ്പെട്ട എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ലഭിച്ച റിവാർഡ് അഥവാ ഫാക്ടർ ഇൻകത്തിൻ്റെയും ടോട്ടൽ വാല്യൂവിനെ നമുക്ക് നാഷണൽ ഇൻകം ആയിട്ട് കണക്കാക്കാം.
ആൻഡ് നാഷണൽ ഇൻകത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ചില കോൺസെപ്റ്റുകളെ പറ്റി പറയാനുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ് ഗുഡ്സ്. ആൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ടാഞ്ചിബിൾ ആയിട്ടുള്ള നമ്മൾ കൺസ്യൂം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണോ അവയാണ് നമ്മൾ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ടാഞ്ചിബിൾ ആയിരിക്കണം, ഫിസിക്കൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കണം, നമുക്കത് ഫിസിക്കലി ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കുന്നവയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്ന ആ ഒരു ടേംസിനകത്ത് ഉൾപ്പെടുത്തുന്നത്. സോ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആകാം, എല്ലാത്തിനെയും നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ആൻഡ് ഗുഡ്സിനകത്ത് തന്നെ നമുക്ക് രണ്ട് തരമായിട്ട് കാണാൻ സാധിക്കും: ഫൈനൽ ഗുഡ്സ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. എന്താണ് ഫൈനൽ ഗുഡ്സ്? ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഫൈനൽ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ. ഫൈനൽ കൺസംഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ഈ ഒരു ഷർട്ട്, നിങ്ങൾ എൻ്റെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നിങ്ങളുടെ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഒക്കെ തന്നെ ഫൈനൽ കൺസംഷന് വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മളത് നമ്മളുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കൺസംഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സോ ഒരു രാജ്യത്ത് ഫൈനൽ കൺസംഷന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട അല്ലെ ഫൈനൽ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യപ്പെടുന്ന കമ്മോഡിറ്റീസിനെ ഫൈനൽ ഗുഡ്സ് എന്ന് നമ്മൾ വിളിക്കും. അതേസമയം ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറി ഉണ്ട്. എന്തായിരിക്കും ഇന്റർമീഡിയറ്റ് ഗുഡ്സ്? ഫർദർ പ്രൊഡക്ഷന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റികൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന കമ്മോഡിറ്റി എന്തോ അവയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് പ്രത്യക്ഷത്തിൽ ഫൈനൽ ഗുഡായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ അവ മറ്റ് കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ സ്ക്രൂസ് അഥവാ നമ്മുടെ ആണികളൊക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക, ഒരു ഫാക്ടറി. അതായത് ആ ഫാക്ടറിയിൽ നട്ടും ബോൾട്ടും അതേപോലെ തന്നെ ആണികൾ, സ്ക്രൂ, ഇതൊക്കെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെക്കുക. നമ്മൾ ഇത് ഫൈനൽ കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമായിട്ടായിരിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ നട്ടും ബോൾട്ടും മറ്റൊരു മെഷീനിലേക്കായിരിക്കും ചിലപ്പോൾ പോകുന്നത്. അതായത് മറ്റൊരു മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരു മെഷീൻ അസംബിൾ ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം അത് പോകുന്നത്. അല്ലെങ്കിൽ ആ ഒരു ആണി ചിലപ്പോൾ ഒരു മേശ സെറ്റ് ചെയ്യുന്നതിലേക്കായിരിക്കാം പോകുന്നത്, അല്ലെങ്കിൽ ഒരു കസേര ഉണ്ടാക്കുന്നതിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു ഫാക്ടറിയിലെ ഒരു ഫൈനൽ ഗുഡായിരുന്നു ആ ആണി, പക്ഷേ അത് പോകുന്നത് മറ്റൊരു കമ്മോഡിറ്റി, അതിലെ മറ്റൊരു കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷനിലേക്കാണ്. സോ അങ്ങനെയുള്ള കമ്മോഡിറ്റീസിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആർ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ പർപ്പസസ്. സോ ഈ കമ്മോഡിറ്റീസിനെ അല്ലെങ്കിൽ ഈ ഫൈനൽ ഗുഡ്സിനെ നമുക്ക് പിന്നെയും രണ്ട് രീതിയിലായിട്ട് തരംതിരിക്കാം: കൺസ്യൂമർ ഗുഡ്സ് എന്നും ക്യാപിറ്റൽ ഗുഡ്സ് എന്നും. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ കൺസംഷൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകുന്ന കമ്മോഡിറ്റീസ് ആണ് കൺസ്യൂമർ ഗുഡ്സ്. അതായത് നമ്മൾ ഈ കാണുന്ന ഷർട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വാഹനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട്, ഇവയെല്ലാം തന്നെ കൺസ്യൂമർ ഗുഡ്സിലേക്കായിരിക്കും പോകുന്നത്. കാര്യം എന്താണ്? ഓൾ ഓഫ് ദോസ് ആർ യൂസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ. അതേസമയം മറ്റൊരു തരത്തിലുള്ള ഗുഡ്സും ഉണ്ട്, ഫൈനൽ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സും ഉണ്ട്. അവയാണ് ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ആർ ഗോൺ, അല്ലെങ്കിൽ ദോസ് കമ്മോഡിറ്റീസ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ. നമ്മൾ മുമ്പേ കണ്ട ആ ഒരു സ്ക്രൂസ്, നട്ട്സ്, ബോൾട്ട്, ഇതുപോലത്തെ സാധനങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം ചില കമ്പനിക്കാർ ക്യാമറ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ഉപയോഗിക്കും, അല്ലെ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ഇറക്കും, അല്ലെങ്കിൽ അതിൻ്റെ ലെൻസുകൾ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ഇറക്കും. പക്ഷെ ആ ലെൻസ് ഒരു പക്ഷേ, അല്ലെങ്കിൽ ആ ഒരു ചെറിയ ലെൻസ് മറ്റൊരു മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിലേക്കായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിലേക്കായിരിക്കും അവർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ പ്രവർത്തിപ്പിക്കാനായിരിക്കും ആ ലെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ലെൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അനദർ കമ്മോഡിറ്റി. മറ്റൊരു മൊബൈൽ ഫോണിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരു ടാബിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടിയാണ് ആ ഒരു ലെൻസ് എന്ന് പറയുന്ന ഫൈനൽ കമ്മോഡിറ്റി അവരവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. സോ അവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെ ആ ലെൻസ് എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റി അവിടെ ഒരു ക്യാപിറ്റൽ ഗുഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ദർ ആർ ടു കൈൻഡ്സ് ഓഫ് ഗുഡ്സ്: കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. Consumer goods are those which are there are two types of goods: consumer goods and capital goods. Consumer goods are those which are used for final consumption, whereas capital goods are used for further production. And ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഇൻവെസ്റ്റ്മെന്റ്? ഇൻവെസ്റ്റ്മെന്റ് ഈസ് നത്തിങ് ബട്ട് ചേഞ്ചസ് മെയ്ഡ് ടു ദി എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ക്യാപിറ്റലിൽ നമ്മൾ കൂടുതൽ ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതിനു മുമ്പ് ക്യാപിറ്റൽ എന്താണ്? ക്യാപിറ്റൽ ഇസ് സിംപ്ലി ദ പ്രൊഡ്യൂസ്ഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സിന്റെ അതേ ഐഡിയ തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത്
നമ്മൾ ഫർദർ പ്രൊഡക്ഷന് വേണ്ടി ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തതായിട്ടുള്ള കമ്മോഡിറ്റീസ് എന്തൊക്കെയോ അവയെല്ലാമാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു കട നടത്തുകയാണ്. ആ കട നടത്തുമ്പോൾ ആ കടയിലെ കെട്ടിടം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ക്യാപിറ്റലാണ്. അല്ലെങ്കിൽ ആ ഒരു കടയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വെയിങ് മെഷീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ക്യാപിറ്റലാണ്. അപ്പോൾ നിങ്ങൾ അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കടയിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, അല്ലെങ്കിൽ നിങ്ങളെ കടയിൽ വെച്ചിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിലൊരു ക്യാപിറ്റലാണ്. സോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോൾ? ഇറ്റ്സ് ആൻ ഇംപ്രൂവ്മെന്റ് ഓർ ചേഞ്ചസ് മെയ്ഡ് ടു ദി എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. അതായത് നിങ്ങൾ ഇപ്പോൾ കടയിൽ വെച്ചിരിക്കുന്ന സ്റ്റോക്ക് വർദ്ധിപ്പിക്കുകയാണെന്ന് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുകയാണെന്ന് വെക്കുക, ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ കടയുടെ ആ ഒരു കെട്ടിടം നിങ്ങൾ വലുതാക്കുക എന്ന് വെക്കുക. കെട്ടിടം വലുതാക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കമ്മോഡിറ്റീസ് അവിടെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അതിനോട് ചേർന്ന് തന്നെ ഒരു ഗോഡൗണ് വെക്കുകയാണെന്ന്, അല്ലെങ്കിൽ ഗോഡൗൺ നിങ്ങൾ പണിയുകയാണെന്ന് വെക്കുക. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള മറ്റൊരു, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ സ്റ്റോക്കിനെ നിങ്ങൾ അവിടെ കൂട്ടുകയാണ്, വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ all the changes which are made into the existing stock of capital are known as investment. ആൻഡ് ഈ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്നും നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നും കണക്കാക്കും. എന്താണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്, എന്താണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഹാപ്പൻഡ് വിത്തിൻ ആൻ ഇക്കോണമി. ഒരു രാജ്യത്ത് ഒരു നിശ്ചിത വർഷം നടപ്പിലായ, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ സംഭവിച്ച എൻറ്റയർ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ അതിനെയാണ് നമ്മൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതേസമയം നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഓരോ ക്യാപിറ്റൽ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിഡക്ഷൻ കോസ്റ്റ് വരുന്നുണ്ട്. അതിനെ നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കും. അതായത് കൂടുതൽ ഒരു മെഷീനറി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ അതിന് വെയർ ആൻഡ് ടയർ സംഭവിക്കുകയും അതിൻ്റെ വാല്യൂവിൽ ഒരു ഇടിവ് സംഭവിക്കുകയും ചെയ്യും. സോ ആ വാല്യൂവിൽ ഉണ്ടാകുന്ന ഇടിവിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിനകത്ത് ഈ ഡിപ്രിസിയേഷൻ കോസ്റ്റും ആഡഡ് ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു കടയുടെ പെർസ്പെക്റ്റീവ് നോക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഫാക്ടറിയുടെ പെർസ്പെക്റ്റീവ് നോക്കാം. ആൻഡ് ഈ ഒരു ഫാക്ടറിയിൽ 1,00,000 രൂപ വില മതിക്കുന്ന ഒരു മെഷീൻ ഓൾറെഡി ഉണ്ട്. ആൻഡ് ആ ഒരു മെഷീൻ ഇപ്പോൾ 2 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. ആൻഡ് അതിന് കൂടുതലായിട്ട് ഒരു അഡീഷൻ കൂടെ വരുത്തി ആ ഒരു കടക്കാരൻ, അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറി ഓണർ ഒരു പുതിയ മെഷീനും കൂടി അവിടെ ആഡ് ചെയ്തു എന്ന് വെക്കുക. ആൻഡ് പുതിയ മെഷീൻ എന്ന് പറയുമ്പോൾ അതിന് 1,50,000 രൂപ വില വരികയാണെങ്കിൽ ആ ഒരു കടയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,50,000 രൂപയായിരിക്കും. കാരണം 1,00,000 ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി നടന്നു, അതിൻ്റെ കൂടെ 1,50,000 മറ്റൊരു മെഷീനും കൂടി അയാൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്തു. സോ ദി ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് വിൽ ബി 2,50,000. പക്ഷേ ആ ഒരു മെഷീൻ ആദ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്ന ആ ഒരു മെഷീൻ ഓൾറെഡി 2 കൊല്ലമായിട്ട് അവിടെ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. സോ 2 കൊല്ലമായിട്ട് അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂവിൽ വേർ ആൻഡ് ടയർ, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിൽ ഒരു ഇടിവ് സംഭവിക്കുമല്ലോ. കാരണം അത് ഇൻസ്റ്റാൾ ചെയ്ത സമയത്തെ അത്രയും തന്നെ ക്വാളിറ്റിയിലായിരിക്കത്തില്ല ഇപ്പോൾ അത് പെർഫോം ചെയ്യുന്നത്. സോ ആ വാല്യൂവിലുള്ള ഇടിവിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിപ്രിസിയേഷൻ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂവിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ആൻഡ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ സീറോയും ആയിരിക്കാം. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് പോസിറ്റീവ് ആകുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ക്യാപിറ്റൽ സ്റ്റോക്കിൽ ഒരു വർധനവ് ഉണ്ടാകുമ്പോൾ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് പോസിറ്റീവ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ക്യാപിറ്റൽ സ്റ്റോക്കിൽ ഒരു ഇടിവ് സംഭവിക്കുകയാണെങ്കിൽ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് നെഗറ്റീവ് ആകുന്നു. ആൻഡ് ക്യാപിറ്റൽ സ്റ്റോക്ക് സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് സീറോ. സോ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രധാനപ്പെട്ട 2 കോൺസെപ്റ്റ് ആണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് ഇത് നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കർ UGC നെറ്റ് എക്സാം പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന കോഴ്സുകളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു ഫുൾ ഇയർ കോഴ്സും അതേപോലെ തന്നെ എക്സാമിനോടനുബന്ധിച്ച് ഒരു ക്രാഷ് കോഴ്സും ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UGC നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഈ കോഴ്സ് എടുക്കുന്നത്. ആൻഡ് ഓരോ കോൺസെപ്റ്റുകളും നിങ്ങളുടെ സിലബസിനകത്തെ ഓരോ യൂണിറ്റുകളായിട്ട് ഞങ്ങൾ തരംതിരിച്ച് അതിലെ ഓരോ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകൾക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ നോട്ട്സും അതിനോട് ചേർന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റ് കോൺസെപ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. സോ ഓൾ ടുഗെദർ നിങ്ങൾക്ക് 200-ലധികം റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ 2000-ലധികം ചോദ്യങ്ങളും അവൈലബിൾ ആയിരിക്കും ഈ ഒരു കോഴ്സിൽ നിന്ന്. മാത്രമല്ല ഈ കോഴ്സിൽ നിങ്ങൾക്ക് ലൈവ് സെഷൻസ്, നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലൈവ് സെഷൻസും ഞങ്ങൾ ഏർപ്പെടുത്തുന്നതാണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഇൻ ആപ്പ് എക്സാമിനേഷൻസ് എന്ന് പറഞ്ഞാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓരോ ക്ലാസ് കഴിഞ്ഞും ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടുന്ന നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ
ആ ചോദ്യങ്ങൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് തറവായിരിക്കും. സോ ആ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടൈം ഗ്യാപ്പിനകത്ത് വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് UGC നെറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ബൗണ്ട് ആയിട്ടുള്ള 3 മണിക്കൂറിനകത്ത് നിങ്ങൾ ഈ 300 മാർക്കിന്റെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. നെഗറ്റീവ് മാർക്കും കൂടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഒരു ചോദ്യങ്ങൾ പോലും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കത്തില്ല. യു കാൺട്ട് അഫോർഡ് ടു ലൂസ് ഈവൻ വൺ സിംഗിൾ ക്വസ്റ്റ്യൻ. സോ ടൈം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സമയത്തിന് നിങ്ങൾക്ക് കൂടുതൽ സ്കിൽഫുൾ ആയിട്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പീഡായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഓരോ കോൺസെപ്റ്റുകൾക്ക് ശേഷവും ഓരോ ക്ലാസ്സുകൾക്ക് ശേഷവും ആ ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും എക്സാമും ഞങ്ങൾ ഒരുക്കുന്നതായിരിക്കും. ആൻഡ് ആ ഒരു എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ, ടൈം ബൗണ്ട് ആയിട്ട് നിങ്ങൾ അത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ, ഷോർലി യു വിൽ ബി റെഡി ടു ഫേസ് ദി ടൈം ബൗണ്ട് എക്സാം ഓഫ് UGC നെറ്റ്. ആൻഡ് എക്കണോമിക്സിന് പുറമേ തന്നെ ഞങ്ങൾ UGC നെറ്റിന്റെ ഇംഗ്ലീഷ് കോഴ്സുകളും കോമേഴ്സ്, മാനേജ്മെന്റ്, CSIR ഫിസിക്സും ഞങ്ങൾ ഒരുക്കുന്നതാണ്. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. എത്രയും വേഗം കോഴ്സ് ജോയിൻ ചെയ്യുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഫർദർ അപ്ഡേറ്റ്സിന് വേണ്ടി സബ്സ്ക്രൈബ് അവർ ചാനൽ. സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ വിത്ത് അവർ ക്ലാസ്. ആൻഡ് ഇതുവരെ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് പറഞ്ഞത്. ഗുഡ്സ്, സർവീസസ്, എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ്, എന്താണ് കൺസ്യൂമർ ഗുഡ്സ്, എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ നമ്മൾ കണ്ടു. ഇവയെല്ലാം വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ബേസിക് കോമ്പണന്റുകളാണ് നാഷണൽ ഇൻകത്തിനെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ ഇൻകം കോൺസെപ്റ്റുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്നുള്ള കാൽക്കുലേഷൻ മെഷറുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ദ മോസ്റ്റ് കോമൺ, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വാക്കുകളിൽ ഒന്നായിരിക്കും GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതിനകത്ത് നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് തരാം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, നിങ്ങൾ ആ ഒരു വാക്കിനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഗ്രോസ് വാല്യൂവിനെ സൂചിപ്പിക്കുന്ന ഗ്രോസ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, ഡൊമസ്റ്റിക് എന്ന് പറയുന്ന മറ്റൊരു ടേം ഉണ്ട്. ആൻഡ് ഗ്രോസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിപ്രിസിയേഷൻ ആഡഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. സോ ഗ്രോസ് വാല്യൂവിനെ നെറ്റ് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ കോസ്റ്റിനെ ഡിഡക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയുമായിട്ട് ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഡൊമസ്റ്റിക് ബൗണ്ടറിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടോട്ടൽ വാല്യൂവിനെ ആയിരിക്കും ഡൊമസ്റ്റിക് എന്ന് പറയുന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. ഡൊമസ്റ്റിക് എന്ന് പറയുന്ന വാക്ക് നാഷണൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മളുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിലേക്ക്, ഡൊമസ്റ്റിക് ഇക്കോണമിയിലേക്ക് വരുന്ന ഇൻഫ്ലോയും കൂടി, ഇൻകം ഇൻഫ്ലോയും കൂടി നമ്മൾ ആഡ് ചെയ്യണം. സോ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്നുള്ള വാല്യൂ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് എന്ന് പറയുന്ന വാല്യൂവിനെ നാഷണൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ മനസ്സിൽ കരുതേണ്ടതാണ് നാഷണൽ ഇൻകം കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ആൻഡ് മൂവിങ് ടു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഇറ്റ് ഈസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എൻ ഇക്കോണമി. അതായത് ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്ത എൻറ്റയർ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ. ആൻഡ് ഈ വാല്യൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ മാർക്കറ്റ് പ്രൈസ്. GDP at MP എന്നാണ് നിങ്ങൾ കാണുന്നത്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ മാർക്കറ്റ് പ്രൈസ്. ആൻഡ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ പ്രധാനപ്പെട്ട 4 കോമ്പണന്റുകളാണ് കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് നെറ്റ് ഫോറിൻ എക്സ്പോർട്ട്. കൺസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനകത്ത് നടപ്പിലായ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ എക്സ്പെൻഡിച്ചർ, അതേപോലെ തന്നെ നെറ്റ് ഫോറിൻ എക്സ്പോർട്ട്സ്. ഇത്രയൊക്കെയാണ് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രധാനപ്പെട്ട 4 കോമ്പണൻസ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻക്ലൂസീവ് ഓഫ് ഡിപ്രിസിയേഷൻ കോസ്റ്റ്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് എ ഗ്രോസ് വാല്യൂ. ഗ്രോസ് വാല്യൂ ആയതുകൊണ്ട് തന്നെ ഡിപ്രിസിയേഷൻ കോസ്റ്റും അതിൽ ഓൾറെഡി ആഡഡ് ആണ്. ഇറ്റ് ഈസ് ഇൻക്ലൂസീവ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് പെയ്ഡ്. എന്തുകൊണ്ടാണ് ഇൻഡയറക്ട് ടാക്സസ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ബിക്കോസ് ദ വാല്യൂ ഈസ് മെഷർഡ് ഇൻ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ ആ ഒരു കമ്മോഡിറ്റി ലഭ്യമാകുന്ന വില. മാർക്കറ്റിൽ ഒരു കമ്മോഡിറ്റി ലഭ്യമാകുന്നത് എപ്പോഴും ടാക്സ് എമൗണ്ടും കൂടി ഉൾപ്പെടുന്ന വിലയായിരിക്കും. ഇറ്റ്സ് ഇൻക്ലൂസീവ് ഓഫ് ദ ടാക്സസ്. സോ സിൻസ് it is measured in market price, indirect taxes are also added in GDP and subsidies received നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്ന നാഷണൽ ഇൻകം വാല്യൂവിനകത്ത് ഡിപ്രിസിയേഷൻ കോസ്റ്റ് ഉണ്ട്, ഇൻഡയറക്ട് ടാക്സിന്റെ വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ സബ്സിഡി റിസീവ് ചെയ്തതിന്റെ വാല്യൂ ഇൻക്ലൂഡഡ് ആണ്. സോ ഇത്രയധികം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആൻഡ് മാർക്കറ്റ് പ്രൈസിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ
plus net foreign export. So GDP at market price, gross domestic product at market price can be calculated by adding up consumption expenditure, investment expenditure, government expenditure and net foreign export. So that's about gross domestic product. And moving on, next concept is gross national product. എന്തായിരിക്കും നാഷണൽ പ്രോഡക്റ്റ്? ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടു. നമ്മളുടെ ഡൊമസ്റ്റിക് ടെറിറ്ററിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട എൻറ്റയർ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ. അപ്പോൾ നാഷണൽ വാല്യൂ എന്തായിരിക്കും, അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്തായിരിക്കും? ഡൊമസ്റ്റിക് ടെറിറ്ററിക്കകത്ത് ഉൽപ്പാദിപ്പിച്ചതും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻസ് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മളുടെ സിറ്റിസൺ, നമ്മളുടെ രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികൾ, ഇവയെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവയെല്ലാം എംപ്ലോയ് ചെയ്യുമ്പോൾ അതിൻ്റെ റിവാർഡ് വരുന്നത് നമ്മളുടെ ഡൊമസ്റ്റിക് ടെറിറ്ററിയിലേക്കായിരിക്കും. സോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇൻകവും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഒരു നാഷണൽ പ്രോഡക്റ്റ് ലഭിക്കുന്നത്. ആൻഡ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഇസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഇയർ by the residents of a country irrespective of their location. അവരുടെ ലൊക്കേഷനെ നമ്മൾ ഇവിടെ കാര്യമാക്കുന്നില്ല, പക്ഷേ the residents of our country or the residents of our nation or our economy, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻറ്റയർ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ വാല്യൂവിനെയാണ് നമ്മൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആൻഡ് മാർക്കറ്റ് പ്രൈസിനകത്ത് കാണുന്നത്. And it includes those within the domestic territory as well as the residents staying abroad. And ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനെ നാഷണലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്ന ഒരു വാല്യൂം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതാണ്. സോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ബൈ ആഡിങ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. സോ ഈ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ എംപ്ലോയ് ചെയ്യുന്ന നമ്മുടെ നാഷണൽസ് ഉണ്ട്. സോ അവരവിടെ എംപ്ലോയ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻകം നമ്മളുടെ രാജ്യത്തേക്ക് വരും. അതേപോലെ തന്നെ വിദേശികൾ നമ്മളുടെ രാജ്യത്തും എംപ്ലോയ് ചെയ്യുന്നുണ്ട്. സോ അവർ എംപ്ലോയ് ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഇൻകം അത് വിദേശ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ പുറത്തേക്കാണ് ഒഴുകുന്നത്. സോ ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആയിട്ട് കാണുന്നത്. സോ ദ ഫോർമുല ഫോർ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഇസ് factor income of nationals residing in foreign countries minus factor incomes of foreigners residing in our domestic territory. So ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് കാണുന്നത്. ആൻഡ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് നമ്മൾ ആഡ് ചെയ്യണം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്, ഇറ്റ് ഈസ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. So it is the aggregate market value of all final goods and services produced in an economy or produced by an economy. So produced within the domestic territory as well as produced outside. So net national product and market price in the formula എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ gross national product and market price minus depreciation cost. Why? Gross value ne നമ്മൾ net value ലേക്ക് convert ചെയ്യുമ്പോൾ we have to deduct the depreciation cost. So that's why net national product and market price is calculated by decreasing or deducting the depreciation cost from gross national product and market price. And this value is inclusive of net factor income from abroad and net indirect taxes and exclusive of depreciation cost. Net factor income from abroad നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് because it is national product. അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ we have added net indirect taxes. And since this is a net product or this is not a gross product, this is a net product, we have deducted depreciation cost from the gross value. So ഇതിൽ ആഡ് ചെയ്യപ്പെട്ട വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, അതിൻ്റെ കൂടെ തന്നെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് ഡിഡക്ട് ചെയ്തിരിക്കുന്നത് ഡിപ്രിസിയേഷൻ കോസ്റ്റ്. ആൻഡ് മൂവിങ് ഓൺ ടു ദ ഫൈനൽ കോൺസെപ്റ്റ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. നമ്മൾ technically speaking national income എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is net national product at factor cost. So it is the total income earned by the nationals residing within a country as well as those who are operating abroad. And some of the income received by the factors of production in the form of rent, wages, interest and profit. And this is mainly referred as national income. Since ഇത് ഫാക്ടർ കോസ്റ്റിൽ ആയതുകൊണ്ട് തന്നെ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആൻഡ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സിന്റെ വാല്യൂ നമ്മൾ ഡിഡക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി നാഷണൽ ഇൻകം വാല്യൂ ഓഫ് ആൻ ഇക്കോണമി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ മെയിൻ കോൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം. I hope it's clear for you all. Thank you.